ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു DM വീഡിയോ ആണ്. അപ്പോൾ പുതിയതായിട്ട് ജർമ്മനിൽ വന്ന പിള്ളേർക്ക് ഫോട്ടോ കോപ്പി എടുക്കാനുണ്ടാവുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് DM എന്ന് ഫോട്ടോ സ്റ്റാറ്റ് എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഈ ഡോയ്ച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ഇംഗ്ലീഷ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പിന്നെ വ്യൂ ഓൾ പ്രൊഡക്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കൂടെ മൊമെൻറ്റ്സ് കോപ്പി സർവീസ് എന്ന് കാണിക്കും. അതാണ് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോട്ടോ പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻസ് വേറെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഇതാണ് ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. അതിൽ സെലക്ട് ഡോക്യുമെൻറ്റ്സ് കൊടുക്കുക. പ്രിൻ്റ് എടുക്കാനാണല്ലോ. അപ്പോൾ എനിക്ക് എൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റ് കളർ പ്രിൻ്റാണ് എടുക്കേണ്ടത്. അതിനുശേഷം മൊബൈൽ ഡിവൈസ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇതിൽ ആപ്പിൾ ആൻഡ്രോയിഡ് ഉണ്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൽ ഡയറക്റ്റ് ട്രാൻസ്ഫർ 2 ഓപ്ഷനിലുണ്ടാവും. ആപ്പിൾ ആണെങ്കിലും ആൻഡ്രോയിഡിലും ഉണ്ടാവും. അപ്പോൾ അതിൽ കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്കൊരു വൈഫൈ നെറ്റ്വർക്ക് ഒരു പേര് വന്നല്ലോ, 915. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആയിരിക്കും വരുന്നത്. അപ്പോൾ ആ ഒരു നമ്പറിലോട്ട് കണക്ട് ചെയ്യുക, വൈഫൈ കണക്ട് ചെയ്യുക. അപ്പം സ്ക്രീൻ മാറിയിട്ട് ഇതുപോലെ വരും. എന്നിട്ട് സെലക്ട് ഡോക്യുമെൻറ്റ്സ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഗൂഗിൾ എടുത്തിട്ട് സൈഡിലൊരു QR ഉണ്ടാവും. അത് സ്കാൻ ചെയ്തിട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ആഡ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ളൊരു ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഏതാണോ നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാനുള്ളത് അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ മാരേജ് സർട്ടിഫിക്കറ്റാണ് എടുക്കുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് ഡൺ കൊടുക്കുമ്പോൾ സൈഡിൽ നിങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ അല്ലെങ്കിൽ കളറാണോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. 1 സൈഡാണോ 2 സൈഡാണോ എത്ര കോപ്പീസ് വേണം എല്ലാ ഓപ്ഷനും ഉണ്ടാവും. അത് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റ് ആണോ എന്ന് നോക്കാനുള്ളൊരു ഓപ്ഷനാണിത്. അത് കഴിഞ്ഞിട്ട് പ്ലേസ് ഓർഡർ കൊടുക്കുമ്പോൾ ഇതുപോലെ എത്ര എമൗണ്ട് എന്ന് വരും. അത് കഴിഞ്ഞിട്ട് പിന്നെയും പ്ലേസ് ഓർഡർ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുള്ള വൈഫൈ ഇല്ലേ, അത് ക്യാൻസലാവും. ഇതുപോലെ അത് ക്യാൻസലായിട്ട് പിന്നെ വരുന്നത് സൈഡിലൊരു പ്രിൻ്റ് റെസീപ്റ്റ് എന്നുള്ള ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലൊരു പ്രിൻ്റ് നിങ്ങൾക്ക് വരും. ഇനി ഈ പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ വേറൊരു സ്ഥലത്ത് പോയിട്ട് സ്കാൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ ഇവിടെ സ്കാൻ ചെയ്യുക ആ QR കോഡ്. അതിനുശേഷം ഈ മോണിറ്ററിൽ ഇതുപോലെ വരും നമ്മുടെ നമ്പറും 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ സൈഡിലൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഇത് വരുന്നത്. അപ്പോൾ അവിടത്തേക്ക് പോവുക. സൈഡിൽ ഇവിടെ എല്ലാ DMലും ഇതുപോലെ കുറേ ഫയൽസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ചിലയിടത്ത് ഇതുപോലെ വെച്ചാലുണ്ടാവും. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പലരും കമൻറ്റ് ചെയ്യും ഇതൊന്നും ആർക്കും അറിയാത്ത കാര്യമാണോ എന്നുള്ളത്. പക്ഷേ ഫസ്റ്റ് ടൈം വരുന്ന പിള്ളേർക്ക് ഇത് ചിലപ്പോൾ അറിയണമെന്നില്ല. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ.